വിജയത്തിലേക്കുള്ള വഴിയിൽ 30 വർഷത്തിന്റെ സേവന പാരമ്പര്യവുമായി നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ ദേശമംഗലം പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള LKG അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ ദേശമംഗലം കൂട്ടുപാത. വരവൂർ തളി നടുവട്ടത്തെ മാംസമാലിന്യ സംസ്കരണ പ്ലാന്റ് പ്രവർത്തനം നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് കത്തു നൽകി ചേലക്കര MLA UR പ്രദീപ്. പ്ലാന്റ് പ്രവർത്തനം ആരംഭിച്ചതോടെ പ്രദേശവാസികൾ കടുത്ത ദുരിതത്തിലായിരുന്നു. ഹൈക്കോടതി ഉത്തരവിന്റെ മറവിൽ നാട്ടുകാരുടെ ജീവനും ആരോഗ്യത്തിനും സുരക്ഷയില്ലാതെ പ്രവർത്തിക്കുന്ന പ്ലാന്റിൽ നിന്നുള്ള അസഹനീയമായ ദുർഗന്ധം വീടുകളിലും പള്ളികളിലും ഇരിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണ്. കോടതിയെയും പഞ്ചായത്തിനെയും തെറ്റിദ്ധരിപ്പിച്ചാണ് സ്ഥാപനം പ്രവർത്തിക്കുന്നത്. പ്രവർത്തനം ആരംഭിക്കുന്നതിനായി നൽകിയ മാനദണ്ഡങ്ങൾ ഒന്നും തന്നെ പാലിക്കാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനം ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയായി മാറിയിരിക്കുകയാണെന്ന് MLA UR പ്രദീപ് പറഞ്ഞു. തളി പ്രദേശത്ത് പുതുതായി പ്രവർത്തനം ആരംഭിച്ച അർബൻ വിങ്സ് എന്ന പൊടി മാലിന്യങ്ങൾ സംസ്കരിച്ച് അതിന് മറ്റ് ബൈ പ്രൊഡക്ട്സ് ഒക്കെ ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അത് വലിയ ഈ തുടക്കം കുറിക്കുമ്പോൾ തന്നെ നാടിനെയും പഞ്ചായത്തിനെയും എല്ലാം തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് ഇവർ തുടക്കം കുറിച്ചിട്ടുള്ളത്. കെട്ടിടം മാത്രമാണ് പണിയാൻ പോകുന്നത് എന്ന് പഞ്ചായത്തിനെ തെറ്റിദ്ധരിപ്പിക്കും. പിന്നീട് പഞ്ചായത്തിൻ്റെ ശ്രദ്ധയിൽ ഇത് ഇന്നതാണെന്ന് അറിഞ്ഞപ്പോൾ പഞ്ചായത്ത് അങ്ങോട്ട് ഒന്നും തന്നെ മുമ്പോട്ട് നീക്കാതെ അത് തടഞ്ഞു വെച്ചപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിച്ച് അതിന് കോടതി മുഖാന്തരം വന്ന് കോടതി വിധി സംഭവത്തോടുകൂടിയാണ് അതിൻ്റെ പ്രവർത്തന അനുമതി അവർ നേടിയെടുത്തത്. എന്നാൽ നേടിയെടുത്തപ്പോൾ അതിനകത്ത് പറയുന്ന കാര്യങ്ങൾ ഈ മാലിന്യം കൊണ്ടുവന്ന് ഇതിനകത്ത് പ്ലാന്റിനകത്ത് കൊണ്ടുപോകുന്നവരെ അല്ലെങ്കിൽ എന്നിട്ട് അത് കൊണ്ടുവന്ന് എത്തിച്ചു കഴിഞ്ഞാൽ അവിടുന്ന് പ്രവർത്തിക്കുമ്പോഴും ഇതിലൊരു മണം വരാത്ത രീതിയിലാണ് കോടതിക്ക് ഉറപ്പ് കൊടുത്തുകൊണ്ടാണ് കോടതി അനുവാദം കൊടുത്തത്. എന്നാൽ കാണുന്ന കാഴ്ചയെ അങ്ങനെയല്ല. ഒരാഴ്ച മുമ്പ് സ്ഥലത്തെത്തിയ MLA പ്ലാന്റിന്റെ പ്രവർത്തനം കണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുകയും ജനങ്ങളുടെ ദുരിതങ്ങൾ നേരിട്ട് അനുഭവിച്ചറിഞ്ഞതിനെ തുടർന്ന് കളക്ടർക്ക് പരാതി നൽകുകയും ചെയ്തിരുന്നു. അതേ തുടർന്ന് പ്ലാന്റിന്റെ പ്രവർത്തനം നിർത്തിവെക്കാൻ കളക്ടർ നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ശേഷം അന്വേഷണത്തിന് എത്തിയ മലിനീകരണ നിയന്ത്രണ ബോർഡ് ഉദ്യോഗസ്ഥർ പ്ലാന്റിന് അനുകൂലമായ റിപ്പോർട്ട് നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് MLA മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയത്. മറ്റു നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് UR പ്രദീപ് MLA അറിയിച്ചു. ചെറിയ കുട്ടികളടക്കം പ്രായമുള്ള ആളുകൾക്ക് വരെ ജീവിക്കാൻ കഴിയാത്തൊരവസ്ഥ ഉണ്ട് എന്ന് ബോധ്യപ്പെട്ടപ്പോൾ ഉടൻ തന്നെ കളക്ടറെ വിളിച്ച് കളക്ടറോട് ഇത് അടിയന്തരമായി ഇടപെടണം എന്ന് പറഞ്ഞപ്പോൾ കളക്ടർ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ ആളുകളെയും എല്ലാം പറഞ്ഞു വിട്ട് പരിശോധിച്ചപ്പോൾ അവർ വരുന്ന സമയത്ത് ഉദ്യോഗസ്ഥന്മാർ വരുന്ന സമയത്ത് ഈ മണം വരാത്ത രീതിയിലുള്ള ഒരു പ്രവർത്തനം വയ്ക്കുകയും പിന്നീട് രാത്രി കാലങ്ങളിൽ ഏകദേശം ഒരു 1 മണി സമയത്താണ് ഇതിൻ്റെ ഒരു മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞാൽ വീടിനകത്ത് കുക്കർ വയ്ക്കുമ്പോൾ കുക്കറിനകത്ത് വരുന്ന പ്രഷർ ഒരു നിശ്ചിത സമയം കഴിഞ്ഞാൽ ഇത് വരും. ആ സമയത്താണ് ഇതിങ്ങനെ ചെയ്യുമ്പോൾ ആ പ്രഷർ വരുന്ന കൂടുതൽ മണം വളരെ സഹിക്കാൻ പറ്റാത്ത ദുർഗന്ധമാണ് ആ പ്രദേശമെമ്പാടും വരുന്നത്. ഇത് നിരന്തരമായ അവിടുത്തെ ആളുകൾ സമരവും മറ്റുമായി എല്ലാം നോക്കിയിട്ടും ഇതിനെ തടയാൻ കഴിയാത്തൊരവസ്ഥയൊക്കെയാണ് പോയിട്ടുള്ളത്. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം നിയമസഭ നടക്കുന്ന സമയത്ത് ഈ പ്രദേശത്തുകാർ MLA എനിക്ക് നിവേദനം തന്നിരുന്നു. ആ നിവേദനത്തോട് തന്നെ കത്ത് വെച്ച് ഈ സ്ഥാപനത്തെ നമുക്ക് ഇവിടുന്ന് മാറ്റി സ്ഥാപിച്ച് തരാൻ വേണ്ടിയുള്ള ഒരു ഇടപെടൽ നടക്കണമെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്. എന്ന് വെച്ചാൽ ഇതിങ്ങനെ നാടിനെ ശല്യമായി മാറിയിട്ടുണ്ട്. അത് ഇതിന് ബുദ്ധിമുട്ടാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രിക്ക് കൊടുത്തിട്ടുള്ളത്. മുഖ്യമന്ത്രിയുടെ ഗൗരവത്തോടു കൂടി എടുത്ത് അത് പരിശോധിക്കാം എന്ന രീതിയിലാണ് അദ്ദേഹം അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഞങ്ങളത് നിയമപരമായിട്ടും ഒന്ന് അതിനെ നേരിടാൻ വേണ്ടിയിട്ടാണ് ആലോചിച്ചിട്ടുള്ളത്. പ്ലാന്റിനെതിരെ അന്വേഷണത്തിനായി ഹെൽത്ത് ഇൻസ്പെക്ടർ ചെയർമാനും വരവൂർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ അബ്ദുൽ നാസർ, സെറീന ഷമീർ, പ്രീതി ഷാജു, PR രാമകൃഷ്ണൻ എന്നീ 4 പേർ ഉൾപ്പെട്ട ഒരു സംഘത്തെ രൂപീകരിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വിജയത്തിലേക്കുള്ള വഴിയിൽ 30 വർഷത്തിന്റെ സേവന പാരമ്പര്യവുമായി നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ ദേശമംഗലം പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള LKG അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. UKG മുതൽ 6ാം ക്ലാസ് വരെയുള്ള പ്രവേശനം തുടരുന്നു. ഈ അധ്യയന വർഷം മുതൽ 7ാം ക്ലാസും ആരംഭിക്കുന്നു.
പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള ക്ലാസുകൾ, കമ്പ്യൂട്ടർ ലാബ്, ലൈബ്രറി, സൗജന്യ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ, സൗജന്യ അബാക്കസ് പരിശീലനം, അറബിക് പഠന സൗകര്യം, വാഹന സൗകര്യം, CCTV ക്യാമറ സംവിധാനം, സൗജന്യ കരാട്ടെ പരിശീലനം, കലാകായിക രംഗത്ത് പ്രത്യേക പരിശീലനം, ഓപ്പൺ സ്റ്റേജ്, ചിൽഡ്രൻസ് പാർക്ക്, വിശാലമായ കളിസ്ഥലം എന്നിവയും. പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് പ്രത്യേക ക്ലാസുകളും ഡൊണേഷനില്ലാതെ മിതമായ ഫീസും നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂളിന്റെ പ്രത്യേകത. നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ, ദേശമംഗലം, കൂട്ടുപാത. ഫോൺ 8590080220 9645710222.